തൃശൂരിൽ വൻ ലഹരിവേട്ട. ഉലൂരിൽ നിന്ന് 2.5 കിലോ MDMA പിടികൂടി. സംഭവത്തിൽ കണ്ണൂർ സ്വദേശി ഫാസിൽ പിടിയിലായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. തൃശൂർ ഇതിൽ നിന്ന് എവിടെയാണ് ലെവിൻ ഇപ്പോൾ ഈ MDMA പിടികൂടിയിരിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? ഇന്നലെ വൈകിട്ട് ജില്ലാ ഡാൻസ് ഓഫ് സംഘവും ഒല്ലൂർ പോലീസും തൃശൂർ കമ്മീഷണറുടെ പ്രത്യേക സ്ക്വാഡും നടത്തിയ സംയുക്തമായ ഓപ്പറേഷനിലാണ് ഇന്നലെ വൈകിട്ട് കണ്ണൂർ സ്വദേശിയായ ഫാസിലിന്റെ പക്കൽ നിന്നും വൻതോതിലുള്ള MDMA ശേഖരം പിടികൂടിയത്. കൊച്ചിയിൽ താമസിക്കുന്ന ഫാസിൽ, കണ്ണൂരിലാണ് ഇയാളുടെ വീട്. കൊച്ചിയിൽ താമസിക്കുന്ന ഫാസിൽ തൃശൂർ വഴി ഈ MDMAയുമായി പോകുന്നു എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒല്ലൂരിൽ ദേശീയപാത പരിസരത്ത് കാത്തുനിന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത് ഇയാളുടെ കയ്യിൽ നിന്നും വൻതോതിലുള്ള MDMA ആംബ്യൂൾ ശേഖരിച്ചത്. MDMAയുടെ ഏറ്റവും ശുദ്ധീകരിച്ച രൂപത്തിലുള്ള 1000-ൽ പരം ആംബ്യൂളുകളാണ് ഇയാളുടെ കാറിൽ നിന്നും പോലീസ് കണ്ടെടുത്തത്. തുടർന്ന് ആലുവയിൽ സ്ഥിരതാമസമാക്കിയ ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 8000 ആംബ്യൂളുകൾ കൂടി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. 2.5 കിലോഗ്രാമോളം ആണ് ഇതിന് തൂക്കം കണക്കാക്കുന്നത്. ഈ വൻതോതിലുള്ള ഇത്രയും വലിയ അളവിലുള്ള ഒരു MDMA ശേഖരം കേരള പോലീസ് അടുത്ത കാലത്ത് പിടികൂടിയിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഫാസിലിന്റെ വീട്ടിൽ, കണ്ണൂരിലെ വീട്ടിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ഇന്ന് വൈകിട്ട് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഇന്ന് വൈകിട്ട് സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം വൈകിട്ട് 4 മണിയോടുകൂടി വിളിച്ചിട്ടുണ്ട്. കൂടുതൽ അളവിൽ ഇത് ഇയാളുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നടക്കം പരിശോധന നടത്താനുള്ള ഒരു തീരുമാനം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന സൂചന. ഇയാളുടെ പക്കൽ നിന്നും കണ്ണൂരിലെ വീട്ടിൽ നിന്നുമായി കൂടുതൽ ആംബ്യൂളുകളും MDMA ശേഖരവും കണ്ടെത്താൻ ഇടയുണ്ടെന്നും പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. ഏതായാലും വൈകുന്നേരം ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങൾക്ക് മുന്നിൽ അറിയിക്കും. ലക്ഷ്മി. ലെവിൻ കെ വിജയൻ തൃശൂരിൽ നിന്ന്.